വയനാട്ടിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളോടെയാണ് ഇന്നത്തെ വാർത്താപ്പകൽ തുടങ്ങിയതെങ്കിൽ ഈ വാർത്താപ്പകൽ ഒടുങ്ങുന്നതും വയനാട്ടിൽ നിന്നുള്ള മറ്റൊരു വാർത്തയോടു കൂടിയാണ്. മാനന്തവാടിയിൽ ചെക്ക് ഡാം കാണാനെത്തിയ 4 ചെറുപ്പക്കാർ മാദൻ എന്ന ആദിവാസി യുവാവിനോട് ചെയ്തത് മനുഷ്യത്വരഹിതമായ ക്രൂരതയാണ്. യുവാക്കൾ കൂടൽക്കടവിൽ വെച്ച് മറ്റൊരു കാറിലെ യാത്രക്കാരുമായി വാക്കുതർക്കമായി. ഇതിനിടയിൽ ഇടപെട്ട നാട്ടുകാർക്ക് നേരെയും ഇവർ അതിക്രമം കാട്ടി. പ്രദേശവാസിയായ ഒരു അധ്യാപകനെ കല്ലുകൊണ്ട് ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ മാദൻ തടഞ്ഞു. ഇതോടെ മാദന്റെ കൈ കാറിൽ ചേർത്തുപിടിച്ച് 1/2 കിലോമീറ്ററോളം വലിച്ചിഴയ്ക്കുകയായിരുന്നു. കൈക്കും കാലിനും ശരീരത്തിന്റെ പിൻഭാഗത്തും സാരമായി പരിക്കേറ്റ മാദൻ ചികിത്സയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാം. അപ്പോൾ അവർ എന്തോ കുറേ നേരം വർത്തനം പറഞ്ഞു. ഞാൻ എന്നറിയാൻ വേണ്ടി അടുത്തേക്ക് ചെന്നാണ്. അന്നത്തിന് ആ ഡോർ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന മറ്റേതിലേക്ക് അന്നേരത്തിന് ആ ഡോർ ഒറ്റ അടക്കല്ലേ. വണ്ടി നിർത്തുവാണെങ്കിൽ എങ്ങനെയും ഊരിയിട്ട് അങ്ങനെ വിടാനും പറ്റൂല. ചിലപ്പോൾ ടയറിന്റെ മേലെ കയറിയാലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പിടിച്ചോണ്ടിരുന്നായി തന്നെ. ഒരു സാധുവായ മാദനെ 400 മീറ്ററോളമാണ് കാറിൽ വലിച്ചിഴച്ചത്. കൈ ഡോറിനിടയിൽ വെച്ച് ചതച്ചു, കൈവിരൽ ഒടിഞ്ഞു. വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ക്രൂരത കാട്ടിയ 4 പേരെയും തിരിച്ചറിഞ്ഞതായി പോലീസ് പറയുന്നു. ആദ്യം നമ്മൾ കാറ് തിരിച്ചറിഞ്ഞു. പട്ടാമ്പി രജിസ്ട്രേഷനാണ് കാറ്. ഈ കാറിൽ കണിയാമ്പറ്റ സ്വദേശിയായ ഹർഷിദ് അടക്കമുള്ള പ്രതികളാണ് സഞ്ചരിച്ചതെന്നും ബോധ്യമായി. ഇപ്പോൾ ഹർഷിദ് അടക്കമുള്ള പ്രതികൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ദീപക് മോഹൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മോഹൻ, പാലക്കാട് അട്ടപ്പാടിയിലെ മധുവിന്റെ മരണം നമ്മളിൽ ഏൽപ്പിച്ച ആഘാതം ഇനിയും മാറിയിട്ടില്ല. ഇതിനിടയിലാണിപ്പോൾ മറ്റൊരു ആദിവാസി യുവാവിനെ നാട് കാണാൻ പോയ നഗരവാസികൾ അല്ലെങ്കിൽ ഈ പറയുന്ന വിനോദസഞ്ചാരികൾ ചേർന്ന് അതിക്രൂരമായി റോഡിലൂടെ വലിച്ചിഴയ്ക്കുന്ന ദൃശ്യം നമ്മൾ ഇന്ന് പുറത്തുവിടുന്നത്. ദീപക് മോഹൻ ഇന്ന് പുറത്തുവിട്ട വാർത്തയ്ക്കാണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഉള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ, എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടോ, കൂടുതൽ പ്രതികളുണ്ടോ, അന്വേഷണത്തിന്റെ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് ദീപക് മോഹൻ? അരുൺകുമാർ, കേട്ടുകേൾവിയില്ലാത്ത ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇന്നലെ വൈകിട്ട് 7:30 കൂടൽക്കടവിൽ സംഭവിച്ചത്. നമുക്കറിയാം, ഈ കൂടൽക്കടവ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കൂടൽക്കടവ് എന്ന് പറയുന്നത് ഒരു വിനോദസഞ്ചാര മേഖലയാണ്. അങ്ങോട്ടേക്ക് കുളിക്കാനും മീൻപിടുത്തത്തിനും ഒക്കെയായി നിരവധി ആളുകൾ വരാറുണ്ട്. പക്ഷേ ഈയിടെയായി ചില പ്രശ്നങ്ങൾ ആ മേഖലയിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള ചില പ്രശ്നങ്ങൾ പ്രദേശവാസികൾ ഉന്നയിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇത് സംഭവിച്ചതെന്ന് തന്നെ വേണം കരുതാൻ. ഇന്നലെ വൈകിട്ടോടുകൂടി 5:20 ഈ സംഭവം. മാദൻ ഈ സൈഡിൽ വാഹനത്തിൻ്റെ സൈഡിൽ വർത്താനം പറഞ്ഞ് അവരുമായി സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഇവർ വാഹനത്തിൻ്റെ ഡോർ വലിച്ചടക്കുകയും മാദൻ്റെ കൈ അതിനിടയ്ക്ക് കുടുങ്ങുകയും ചെയ്തത്. പിന്നീട് നമ്മൾ ആ ദൃശ്യങ്ങൾ വ്യക്തമായി കാണാം. വാഹനത്തിന് മുൻപിലിരുന്ന ആളും പുറകിലിരുന്ന ആളുമാണ് മാദനെ 400 മീറ്ററോളം, അതായത് ഈ കൂടൽക്കടവ് ജംഗ്ഷനിലേക്ക് ഇറങ്ങുന്ന മെയിൻ റോഡിൽ നിന്ന് കൂടൽക്കടവ് പാലം കഴിയുന്ന 400 മീറ്ററോളം ദൂരത്തിലുള്ള മെയിൻ റോഡിൽ, അതായത് കുത്തനെയുള്ള ഒരു ഇറക്കമാണ്, ആ റോഡിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോയത്. ആ വലിച്ചിഴച്ച് കൊണ്ടുപോയ ഇടയിലാണ് മാദൻ്റെ കാലിനും കൈകൾക്കും അരയ്ക്ക് താഴോട്ടുള്ള ഭാഗത്തുമെല്ലാം റോഡിൽ ഉരഞ്ഞ് ആ ഭാഗത്തെല്ലാം വലിയ സാരമായ പരിക്കു പറ്റിയത്. ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് രാവിലെ മാദൻ്റെ പ്രതികരണം നമ്മൾ എടുക്കുമ്പോൾ മാദൻ നമ്മളോട് പറഞ്ഞിരുന്നു 4 ആളുകളാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നതെന്ന്. ഈ വാഹനത്തിൻ്റെ നമ്പർ ട്രേസ് ചെയ്ത് കൂടുതൽ വിശദമായ അന്വേഷണം മാനന്തവാടി പോലീസാണ് നടത്തിയത്. അതിനെ തുടർന്നാണ് ഈ വാഹനം കണിയാമ്പറ്റയിലടുത്തുള്ള കമ്പളക്കാടിനടുത്തുള്ള പച്ചിലക്കാട് ഒരു വീട്ടിൽ ഉണ്ടെന്നുള്ള കാര്യം പോലീസിന് മനസ്സിലാകുന്നത്. മാനന്തവാടി CI സുനിൽ ഗോപി അടക്കമുള്ള 5 അംഗ അന്വേഷണ സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ എത്തുകയും ഈ വാഹനം കണ്ടെടുത്ത് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഈ വാഹനം ഓടിച്ചിരുന്നത് പച്ചിലക്കാട് സ്വദേശിയായ അർഷിദ് എന്ന് പറയുന്ന ആളാണ്. അർഷിദിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഫോൺ നമ്പർ സ്വിച്ച് ഓഫ് ആണ്. മാത്രമല്ല വാഹനത്തിൽ കൂടെ ഉണ്ടായിരുന്ന മറ്റ് 3 ആളുകൾ ആരാണെന്നുള്ള കാര്യത്തിൽ പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തുകയാണ്. അർഷിദിന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് കൂടെ ഉണ്ടായിരുന്ന മറ്റ് 3 ആളുകൾ എന്ന് പോലീസിന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. പക്ഷേ ഇവരെ കണ്ടെത്താനായി അർഷിദിന്റെ ഫോൺ അടക്കം പരിശോധിച്ച് ഉടൻ തന്നെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് സംഘം ഇപ്പോഴുള്ളത്. ഏതായാലും ഇന്ന് രാവിലെ നമ്മൾ വാർത്ത കൊടുത്ത് ഉടനടി തന്നെ പോലീസ് ത്വരിതമായി ഇടപെട്ട് കാർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ഒരു ആദിവാസി യുവാവിനെ ക്രൂരമായി മർദ്ദിക്കാനുണ്ടായ സാഹചര്യം എന്നതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു.
പറയുന്നു. മാത്രമല്ല രാഷ്ട്രീയപരമായും ഇത് കോൺഗ്രസും BJPയും അടക്കമുള്ള ആളുകൾ വലിയ തരത്തിൽ പ്രതിഷേധം എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇടവേള ആയ സമയത്ത് ഈ കോൺഗ്രസിന്റെ മുൻ മന്ത്രിമാരടക്കം. ശരി, ദീപക് മോഹൻ, കണിയാമ്പറ്റ സ്വദേശിയായ ഹർഷിദാണ് ഈ കാർ ഓടിച്ചത്. പക്ഷേ ഞങ്ങൾ RC ബുക്ക് ട്രേസ് ചെയ്തപ്പോൾ RC ബുക്ക് പട്ടാമ്പിയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവിടെ കുറ്റിപ്പുറത്തുള്ള ഒരു മുഹമ്മദ് റിയാസിന്റെ പേരിലാണ് ഈ കാർ. മുഹമ്മദ് റിയാസ് ഈ കാർ ഹർഷിദിന് വിറ്റതാണോ ഹർഷിദിന് ഓടിക്കാൻ കൊടുത്തതാണോ എന്നറിയില്ല. പക്ഷേ ഹർഷിദും സംഘവും ഇന്ന് ചെയ്തത് മനുഷ്യത്വം ലെവലേശം തൊട്ടു തീണ്ടാത്ത അതിക്രമമാണ്, അതും സാധുവായ മാതനോട്. മാതന്റെ കൈ കാറിന്റെ ഡോറിൽ വെച്ച് അടച്ചു എന്ന് മാത്രമല്ല, കാറിൽ പിടിച്ച് കൈയിൽ പിടിച്ച് ഏകദേശം 400 മീറ്ററോളം നടു റോഡിലൂടെ കാറിൽ വലിച്ചിഴച്ചു മാതനെ എന്നുള്ളതാണ്. നമ്മൾ മൃഗങ്ങളോട് പോലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു മനുഷ്യനോട് വളരെ ക്രൂരമായ രീതിയിൽ ഹർഷിദ് അടക്കമുള്ള ആളുകൾ, വിനോദസഞ്ചാരികൾ കാട്ടിയ ഈ ക്രൂരത റിപ്പോർട്ടർ TV-യാണ് പുറത്തെത്തിച്ചത്. റിപ്പോർട്ടർ TV വാർത്ത പുറത്തു കൊണ്ടുവന്ന 1 മണിക്കൂറിനുള്ളിൽ തന്നെ മാനന്തവാടി പോലീസ് കേസെടുത്തു. ആദ്യം കാർ ട്രേസ് ചെയ്തു, കാർ കണ്ടെടുത്തു. പക്ഷേ ഇപ്പോഴും ഹർഷിദും സംഘവും ഒളിവിലാണ്. മധുവിന്റെ കൊലക്കേസ് പ്രേക്ഷകർക്കറിയാവുന്നതാണ്. മധുവിനെ കൊന്ന അതേ മനോനിലയുള്ള മനുഷ്യർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് മാതേന് നേരെയുള്ള ഈ ആക്രമണം.